ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാമായി അറിയപ്പെടുന്ന ആറളം കാർഷിക ഫാമിന് ചരിത്രങ്ങൾ ഏറെയാണ്. ഫാമിംഗ് കോർപ്പറേഷന്റെ 13 ഫാമുകളിൽ ഒന്നായാണ് ആറളം കാർഷിക ഫാം ആരംഭിച്ചത്. 1971 ആരംഭിച്ചതാണ് ആറളം കാർഷിക ഫാം. കേരള സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര കൃഷി ഫാമിംഗ് കോർപ്പറേഷന് കൈമാറി റഷ്യയുടെ സഹായത്തോടുകൂടിയാണ് ഇവിടെ ഈ കാർഷിക ഫാം ആരംഭിച്ചത്. തുടക്കത്തിൽ നിരവധിയായ കാർഷിക വിളകൾ വെച്ചുപിടിപ്പിച്ച് ഹരിതാപമായ ഒരു പ്രദേശമായിരുന്നു ആറളം കാർഷിക ഫാം. ഇന്ന് അത് നാശത്തിന്റെ വക്കിലാണ്. എങ്കിലും ഈ മനോഹാരിത എന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ആറളം ഫാമിന്റെ മനോഹാരിതയിലേക്ക് ഒരു കടന്നുകയറ്റം നടത്താം. ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാമായി അറിയപ്പെടുന്ന ആറളം കാർഷിക ഫാമിന് ചരിത്രങ്ങൾ ഏറെയാണ്. 1971 കേന്ദ്ര കൃഷി ഫാമിംഗ് കോർപ്പറേഷന്റെ 13 ഫാമുകളിൽ ഒന്നായാണ് ആറളം കാർഷിക ഫാം ആരംഭിച്ചത്. 1970 ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് കാർഷിക ഫാം തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. അന്നത്തെ കേരള സംസ്ഥാന ഗവൺമെന്റ് AK കുഞ്ഞഹമ്മദ് ഹാജി, കനകത്തിടം വാഴുന്നവർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 12,500 ഏക്കർ ഭൂമി കാർഷിക ഫാം തുടങ്ങുന്നതിനായി ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൽ 5000 ഏക്കർ ഭൂമി നിക്ഷിപ്ത വനഭൂമിയായി വനംവകുപ്പിന് കൈമാറുകയും 7,500 ഏക്കർ ഭൂമി കാർഷിക ഫാം തുടങ്ങുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള കൃഷി ഫാമിംഗ് കോർപ്പറേഷന് കൈമാറി. തുടക്കത്തിൽ 1500 തൊഴിലാളികളും 300ഓളം ജീവനക്കാരും തൊഴിലെടുത്തു. ഹ്രസ്വ ദീർഘകാല വിളകളുടെ ഒരു പറുദീസയായിരുന്നു ആറളം കാർഷിക ഫാം. ഇടവിള കൃഷിയായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആറളം ഫാമിൽ ആകർഷകമായിരുന്നു. തുടർച്ചയായ സമരങ്ങളും മിസ്മാനേജ്മെന്റ് ഫാമിനെ നാശത്തിലേക്ക് നയിച്ചു. 2002 ആദിവാസി ഭൂസമരത്തെ തുടർന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്നും 42 കോടി രൂപ വില നിശ്ചയിച്ച് ഏറ്റെടുത്തു. 7,500 ഏക്കർ ഭൂമിയിൽ പകുതി ഭൂമി ആദിവാസികൾക്ക് വിതരണം ചെയ്യുകയും കഴിച്ച് ബാക്കി ഭൂമി ആറളം കാർഷിക ഫാമിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള എന്ന പേരിൽ ഫാമായി നിലനിർത്തുകയും ചെയ്തു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം ഫാമിനെ നാശത്തിലേക്ക് നയിച്ചു. 100ഓളം കാട്ടാനകളാണ് നിലവിൽ ആറളം കാർഷിക ഫാമിനകത്ത് തമ്പടിച്ചിട്ടുള്ളത്. തെങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ നാശത്തിനും ഇത് കാരണമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ളപ്പോൾ ഉണ്ടായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ആറളം ഫാമിന്റെ ഗതികേട്. നല്ല മാനേജ്മെന്റ് സർക്കാരിന്റെ ഇടപെടലുമുണ്ടെങ്കിൽ ആറളം ഫാമിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തൊഴിലാളികളും ജീവനക്കാരും പറയുന്നു. ജയദീപ് എന്ന ജീവനക്കാരന്റെ വാക്കുകളിലേക്ക്. എത്ര വർഷമായി ഞാനിവിടെ 34 വർഷം. 90 ഈ ആറളം ഫാം തുടങ്ങുന്നത് 7 വർഷമാണ്. എന്തെല്ലാം കൃഷികളാണ്? കൃഷികൾ കാര്യമായ ആദ്യകാല കശുവണ്ടിയുണ്ടായിരുന്നു. കശുവണ്ടിയുണ്ട്, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, കുരുമുളക്. ഇപ്പം പല വിളകളും ആലോചിച്ച് കാരണം പല വിളകളായിട്ട് ഇല്ല. അതിനകത്ത് ഭൂമി ഇത് 7,500 ഏക്കറായിരുന്നു. അതിന്റെ പകുതി ഭാഗം 3,750ഓളം പുനരധിവാസ മേഖലയ്ക്ക് വേണ്ടി കൈമാറി. അതിനുശേഷം ഇപ്പം 3,750ഓളം ഇവിടെ ബാലൻസ് ഒക്കെ ഉണ്ട്. അത് ആറളം ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥാപനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തൊഴിലാളികളൊക്കെ എത്രയുണ്ട് ഇവിടെ? ഏകദേശം തൊഴിലാളികള് 200 മേലെയാണ് കാർഷിക തൊഴിലാളികളും. അതായത് 100 മേലെയായിട്ട് മസ്റ്റർ സ്ഥിരം തൊഴിലാളികളും 150 ആൾക്കാർ സ്ഥിരം തൊഴിലാളിയായിട്ടുണ്ട്. തുടക്കത്തിൽ വലിയൊരു സ്ഥാപനമാണ്. 1,200ഓളം തൊഴിലാളികളും ഒരു 10-200ഓളം സ്റ്റാഫും ഒക്കെ ആയിട്ട് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടെ വളരെ വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നത്. പിന്നെ എന്താ പറയാ, നമ്മളെ സമൂഹത്തിലെ 4-5 പഞ്ചായത്തുകളുടെ കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നത് ഒരു സ്ഥാപനമായിട്ട് ഇത് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ സാധാരണ എല്ലാ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുമെങ്കിലും കുറച്ചു കാലം നന്നായിട്ട് മുന്നോട്ട് പോയി. ഇത് കാലക്രമേണ വന്യമൃഗശല്യങ്ങളും മറ്റൊക്കെ കൊണ്ട് ക്ഷയിച്ചു പോയിരിക്കുകയാണ്. ഇതിപ്പോഴ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടിയാണ് നടന്നത്. ഇപ്പോഴും അതിന്റെ അവശേഷിപ്പ്, ഈ സോവിയറ്റ് യൂണിയൻ അന്നത്തെ യന്ത്രവും കാര്യങ്ങളും ഒക്കെ ട്രാക്ടർ തുടങ്ങി അതിന്റെയൊക്കെ ഒരു അവശേഷിപ്പ് ഇപ്പോഴും ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നുമില്ല. കാരണം പഴയ ഇതൊക്കെ വിറ്റു, ഇതിന്റെ കാലാവധി കഴിഞ്ഞപ്പം പിന്നെ സ്ക്രാപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ആ പഴയ ഓർമ്മകൾ മാത്രമേ ശരിക്കും പറഞ്ഞേ ഉള്ളൂ. നന്നായിട്ട് നല്ല നിലയിൽ പിന്നെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. നെല്ലുണ്ടായിരുന്നു, തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, വാഴയുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നെ അതിനൊക്കെ പറ്റിയ യന്ത്രങ്ങളുണ്ടായിരുന്നു, ഇറിഗേഷൻ ഉണ്ടായിരുന്നു.
വീണ്ടും ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നല്ല ഇച്ഛാശക്തിയുള്ള ഒരു മാനേജ്മെന്റ് സർക്കാരൊക്കെ ഉണ്ടായാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇല്ല എന്നുള്ളതല്ല, ഇപ്പൊ ഉള്ളവർക്ക് ഇല്ല എന്നുള്ളതല്ല. ഞാനിവിടെ പിന്നെ ഈ ബ്ലോക്കിലൊക്കെ വർക്കായിട്ടാണ് ഫീൽഡ് സൂപ്പർവൈസർ തസ്തികയുടെ പേര് ജയദീപ്. നാശത്തിന്റെ വക്കിലാണെങ്കിലും ഇന്നും ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാമായി ആറളം കാർഷിക ഫാം തലയുയർത്തി നിൽക്കുന്നുണ്ട്. 1971 ആരംഭിച്ച ഈ ഫാമിൽ തുടക്കത്തിൽ 1500 തൊഴിലാളികളും 300 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധിയായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാർഷിക ഫാം കൂടിയാണ് ആറളം കാർഷിക ഫാം. 6 മാസവും 3 മാസവുമൊക്കെ നീണ്ടു നിൽക്കുന്ന സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇവിടുത്തുകാർ ഈ കാർഷിക ഫാം. ഇന്ന് നാശത്തിന്റെ വക്കിലാണെങ്കിലും ഈ കാർഷിക ഫാമിന് ഒരുപാട് ചരിത്രമുണ്ട്, കഥകൾ പറയാനുണ്ട്. ആറള ഫാമിന്റെ ചരിത്രം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഹരിതാപമായ ഈ കാർഷിക ഫാമിനെ ഇന്ന് നാശത്തിന്റെ വക്കിലേക്ക് നയിച്ചത് മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായാണെന്ന് പറയുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഈ കാർഷിക ഫാമിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഇതിന്റെ നാശത്തിന് ഒരു കാരണം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. ആറളം കാർഷിക ഫാമിൽ നിന്നും KD ഉത്തമൻ, ഏജന്റ് ന്യൂസ്.